അടുത്തത് എ മാൻ റൺസ് ഫോർ 40 കിലോമീറ്റർ. ദ time taken by him in the first 10 kilometer is twice the time taken by him in the second 10 kilometer. The time taken in the third 10 kilometer is half of the time taken in the fourth 10 kilometer. And then the time taken in the fourth 10 kilometer is equal to the time taken in the first 10 kilometer. If his speed in the first 10 kilometer is 40 kilometer per hour, what is the average speed for 40 kilometer എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പം ഒരാള് 40 കിലോമീറ്റർ ആയിട്ട് ട്രാവൽ ചെയ്യണം. ഓക്കെ അല്ലേ? ഈ 40 കിലോമീറ്റർ അയാൾ 10 എന്നും വെച്ചിട്ട് ആണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ആദ്യം 10 കിലോമീറ്റർ പോകും, വീണ്ടും 10 കിലോമീറ്റർ പോകും, വീണ്ടും 10 കിലോമീറ്റർ പോകും, വീണ്ടും 10 കിലോമീറ്റർ പോകും. ഇങ്ങനെയാണ് അയാൾ ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി ടൈം ടേക്കൺ ബൈ, ഇത് ഡിസ്റ്റൻസ് ആണ്, ഇത് ടൈം. ഓക്കെ അല്ലേ? ടൈം ടേക്കൺ ബൈ ഹിം ഇൻ ദ ഫസ്റ്റ് 10 കിലോമീറ്റർ ഈസ് ടോയ്സ് ആസ് കമ്പയർഡ് ടു ദ സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പം സെക്കൻഡില് 1 ആണ് എങ്കിൽ ഫസ്റ്റിൽ എത്രയായിരിക്കും? 2 ആയിരിക്കും എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. ഇനി തേർഡില് എടുക്കുന്നതെന്ന് പറയുന്നത് ഫോർത്തിന്റെ പകുതിയാണെന്ന് പറയുന്നുണ്ട്. എന്താണ്? ഫോർത്തിലും ഫസ്റ്റിലും സെയിം ടൈം ആണ് എടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഫോർത്തിൽ 2 ആയിരിക്കും, തേർഡിൽ എന്തുമായിരിക്കും? 1 ആയിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ? ഫസ്റ്റ് 10 കിലോമീറ്റർ. ഇത് സ്പീഡ് ഇൻ ദ ഫസ്റ്റ് 10 കിലോമീറ്റർ, ഫസ്റ്റ് 10ലെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 40 കിലോമീറ്റർ പെർ അവർ ആണ്. ഓക്കെ അല്ലേ? ദെൻ വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദ 40 കിലോമീറ്ററിന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പം ഫസ്റ്റിലെ നമുക്ക് എടുക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 10 ആണ്, സഞ്ചരിക്കാൻ എടുക്കുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ 40 ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് അല്ലേ ടൈം വരുന്നത്. അപ്പൊ 10/4 എത്രയായി? 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10/40 എത്രയാണ്? 1/4 ആയിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ 1 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഈ 1/4ന്റെ പകുതി ആയിരിക്കത്തില്ലേ വരുന്നത്? എത്രയാ? 1/8. ഈ 1 എന്ന് പറഞ്ഞാൽ 1/8 ആയിരിക്കും. ഈ 2 എന്ന് പറഞ്ഞാൽ 1/4 ആയിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് 40 കിട്ടി. ടോട്ടൽ ടൈം നമുക്ക് ഇവിടെ കിട്ടി 1/4, 1/8, 1/8, 1/4. ഓക്കെ അല്ലേ? അപ്പം ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ എത്ര വരും? 1/4 പ്ലസ് 1/8 പ്ലസ് 1/8 എന്ന് പറഞ്ഞാൽ 2/8 അല്ലെ? 2/8 പ്ലസ് 1/4. അപ്പൊ 1/4 പ്ലസ് 2/8 നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ 1/4 തന്നെ കിട്ടും അല്ലെ? 1/4 പ്ലസ് 1/4 എത്രയായിരിക്കും? 3/4 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ടോട്ടൽ ടൈം എന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പൊ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാല് ടോട്ടൽ ഡിസ്റ്റൻസ് 40 ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം 3/4 ചെയ്യുമ്പോൾ നമുക്ക് 40 × 4/3 അതായത് 160 ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും വരുന്ന ആൻസർ. ഇത് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ 160 ഡിവൈഡഡ് ബൈ 3 ഇതായിരിക്കും വരുന്ന ആൻസർ. ക്ലിയർ ആണോ? എ മാൻ ട്രാവൽസ് 80 കിലോമീറ്റർ ഇൻ 3 hours. He further traveled for 2 more hours. Find the distance traveled by in the later 2 hours if his average speed for the entire journey is 30 kilometer per hour. ഓക്കെ അല്ലേ? ഒരാള് 80 കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട്. 80 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാല് എത്രയാണ്? 3 മണിക്കൂറാണ്. ഓക്കെ അല്ലേ? ഇനിയും അയാൾ എന്താണ്? 2 മണിക്കൂറും കൂടി അയാൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഡിസ്റ്റൻസ് നമുക്ക് അറിയത്തില്ല. ഡിസ്റ്റൻസ് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? അവിടുത്തെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിരുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ആണെന്ത്? ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര വരും? 80 പ്ലസ് എക്സ് അല്ലേ വരുന്നത്? അപ്പൊ 80 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ 3 × 2 5 ഈക്വൽ ടു 30 അല്ലേ വരുന്നത്? അപ്പൊ എന്താണ്? 80 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 30 × 5 150. എക്സ് എന്ന് പറഞ്ഞാൽ 150 നിന്നും 80 കളഞ്ഞത് എത്രയാ? 70 ആയിരിക്കും വരുന്ന ആൻസർ. അയാൾ രണ്ടാമത് സഞ്ചരിച്ച ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 70 ആയിരിക്കും വരുന്ന ആൻസർ. 70 കിലോമീറ്റർ. Sishan traveled at a speed of 75 km per hour for 40 minutes and at a speed of 60 km per hour for 20 minutes. Calculate his average speed എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ അല്ലെ? സീഷാൻ ആദ്യം എന്താണ്? ആദ്യത്തെ സ്പീഡ് എന്ന് പറഞ്ഞാല് എന്താണ്? 75 ആണ്. ടൈം എന്ന് പറഞ്ഞാൽ 40 മിനിറ്റ്. 40 മിനിറ്റ് എന്ന് പറയുമ്പോൾ 40/60 മണിക്കൂറാണ് വരുന്നത് അല്ലെ? അപ്പൊ അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വരും? 75 × 40 ഡിവൈഡഡ് ബൈ 60 എത്രയാ? 0 വെട്ടിപ്പോവും. എത്രയാ? 50 ആയിരിക്കും വരുന്നത്. 75 × 4 300 300/6 50 കിലോമീറ്റർ ആയിരിക്കും വരുന്ന ആൻസർ. അതേപോലെ തന്നെ രണ്ടാമത് എന്താണ്? 60 കിലോമീറ്റർ
അവർ സ്പീഡിൽ 20 മീറ്റർ, 20/60 മണിക്കൂർ. അപ്പൊ എത്രയായിരിക്കും ഡിസ്റ്റൻസ്? 60 × 20/60 എന്ന് പറയുമ്പോൾ 20 തന്നെ ആയിരിക്കും വരുന്നത് അല്ലെ. 60 ക്യാൻസൽ ആയിപ്പോൾ 20 കിലോമീറ്റർ ആയിരിക്കും വരുന്നത്. ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി 50ഉം 20ഉം എത്രയാ? 70 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ അല്ലേ? കാൽക്കുലേറ്റ് ദ ആവറേജ് സ്പീഡ്. ടോട്ടൽ ഡിസ്റ്റൻസ് 70 കിട്ടി, ടോട്ടൽ ടൈം 40 മിനിറ്റും 20 മിനിറ്റ്. ടോട്ടൽ എത്ര മിനിറ്റ് ആയി? 60 മിനിറ്റ്. അതായത് 1 അവർ ആയിരിക്കും വരുന്നത് അല്ലെ. ടോട്ടൽ ഡിസ്റ്റൻസ് 70ഉം കിട്ടി, ടോട്ടൽ ടൈം 1ഉം കിട്ടി. 70/1 എത്രയാണ്? 70 km/h ആയിരിക്കും വരുന്ന ആൻസർ. ഓപ്ഷൻ ബി ആയിരിക്കും വരുന്ന ആൻസർ. A person covers a distance of 9 km at a speed of 3 km/h. A distance of 25 km at a speed of 3 km/h and a distance of 30 km at a speed of 10 km/h. So find the average speed for the whole journey എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 9 കിലോമീറ്റർ ഉണ്ട്, 25 കിലോമീറ്റർ ഉണ്ട്, അതേപോലെ 30 കിലോമീറ്റർ ഉണ്ട് അല്ലെ. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 64 കിലോമീറ്റർ ആയിരിക്കും വരുന്നത് ആൻസർ. ഈ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ 9 കിലോമീറ്റർ സഞ്ചരിക്കുന്നത് 3 സ്പീഡില്, 3 സ്പീഡിൽ 25 കിലോമീറ്റർ സഞ്ചരിക്കുന്നത് 3 സ്പീഡില്, 30 കിലോമീറ്റർ സഞ്ചരിക്കുന്നത് 10 സ്പീഡില് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും? 3 + 30/10 എന്ന് പറഞ്ഞാൽ 3 + 25/3 അല്ലെ. അപ്പൊ എന്ത് വരും? 6 + 25/3 ക്രോസ് ചെയ്യുമ്പോൾ 6 × 3 18 + 25 / 3 എത്രയാണ്? 43/3 അല്ലേ. ടോട്ടൽ ഡിസ്റ്റൻസ് 64, ടോട്ടൽ ടൈം 43/3. അപ്പൊ എന്ത് വരും? 64 / 43 / 3 എത്രയാണ്? 64 × 3 / 43. 64 × 3 192 / 43 ആയിരിക്കും വരുന്ന ആൻസർ. അപ്പൊ ഇത് ഓപ്ഷൻ ഇങ്ങനെയല്ല, 192/43 ഇതായിരിക്കും വരുന്ന ആൻസർ. A person travel a distance of 600 km by truck at a speed of 80 km/h. 800 km by airplane at a speed of 400 km/h and 100 km by motorcycle at a speed of 50 km/h. Then what is the average speed of the whole ഡിസ്റ്റൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ സ്പീഡ് ഉണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്, ടൈം നമ്മൾ കണ്ടുപിടിക്കണം. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ആയിരിക്കും നമുക്ക് വരുന്ന ആൻസർ. ഓക്കെ അല്ലേ? ഡിസ്റ്റൻസ് 600 ആണ്, സ്പീഡ് എന്ന് പറയുന്നത് 80. ഓക്കെ അല്ലേ? 600/80 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7.5 ആയിരിക്കും ഇവിടെ വരുന്ന ടൈം എന്ന് പറഞ്ഞാൽ. അടുത്തത് 800 കിലോമീറ്റർ ഉണ്ട്, സ്പീഡ് എന്ന് പറയുമ്പോൾ 400. അപ്പൊ 800/400 2 അവർ അല്ലെ. അടുത്തത് 100 കിലോമീറ്റർ ഉണ്ട്, 50 സ്പീഡും ഉണ്ട്. അപ്പൊ എത്രയാണ്? 2 അവർ ആയിരിക്കും വരുന്ന ആൻസർ. ക്ലിയർ ആണോ? അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മളിലുണ്ട് 6 × 14 1 15 അല്ലെ. 1500 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം 7:30 4 11:30. 11:30 നമുക്ക് വേണമെങ്കിൽ 23/2 എന്ന് എഴുതാം. ഓക്കെ അല്ലെ? അപ്പൊ ഈ 2 അങ്ങ് മേളിൽ പോകും. അപ്പൊ എത്ര വരും? 3000 ഡിവൈഡഡ് ബൈ 23 ആയിരിക്കും വരുന്ന ആൻസർ. അപ്പൊ 3000 ഡിവൈഡ് ബൈ 23 എന്നുള്ള ഓപ്ഷൻ ഇല്ല. നമുക്ക് എന്തെടുക്കാം? മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റാം. 3000 ഡിവൈഡഡ് ബൈ 23 23 23 70 3 69 130. അപ്പൊ 130 10/23 130 10/23 130 10/23 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ ഇങ്ങനെയല്ല, 130 10/23 ആയിരിക്കും വരുന്ന ആൻസർ. Okay, if a zone covers a distance of 90 km at a speed of 30 km/h and a return at a speed of 60 km/h, what is this average speed? Zone എന്ന് പറയുന്ന ആള് 90 കിലോമീറ്റർ അങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നത് 90 കിലോമീറ്റർ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കത്തില്ല. അപ്പൊ ഡിസ്റ്റൻസ് സെയിം ആണ് അല്ലെ. അപ്പൊ D1 = D2 ആണ് എങ്കിൽ നമുക്ക് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 2 × S1 S2 ഡിവൈഡഡ് ബൈ S1 + S2 ആയിരിക്കും വരുന്ന ആൻസർ. ഓക്കെ അല്ലെ? 2 × S1 എന്ന് പറഞ്ഞാൽ 30, S2 എന്ന് പറഞ്ഞാൽ 60 ഡിവൈഡ് ബൈ S1 + S2 എന്ന് പറയുമ്പോൾ 90 ആയിരിക്കത്തില്ലേ. 60 30 കൂടി കൂട്ടുമ്പോൾ 90 ആയിരിക്കും അല്ലെ. 0യും 0യും ക്യാൻസൽ ചെയ്യാം. 6നെയും 3നെയും നമുക്ക് 3 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2ഉം ഇവിടെ 3ഉം കിട്ടും. 30നെയും 3നെയും ക്യാൻസൽ ചെയ്യാം. 10 10 × 4 40 km/h ആയിരിക്കും നമ്മുടെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്.
അടുത്തത് എന്താണ് 37ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? എ പേഴ്സൺ ഈസ് ടു റീച്ച് എ ഡെസ്റ്റിനേഷൻ ഇൻ 30 കിലോമീറ്റർ എവേ. അയാൾക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത് 30 കിലോമീറ്റർ ആണ് അല്ലെ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 30 കിലോമീറ്റർ ആണ്. ഫസ്റ്റിലത്തെ 15 കിലോമീറ്റർ ആണ് ഓൾറെഡി ട്രാവൽ ചെയ്ത് കഴിഞ്ഞു. അതിനെടുത്ത ടൈം എന്ന് പറഞ്ഞാൽ 4 കിലോമീറ്റർ ആണ്, 4 അവർ ആണ് അതിനെടുത്ത ടൈം. ദെൻ അറ്റ് വാട്ട് കോൺസ്റ്റന്റ് സ്പീഡ് ഷുഡ് ഹി ഗോ ടു ദാറ്റ് ദ ആവറേജ് സ്പീഡ് ഫോർ ദാറ്റ് ഹോൾ ജേർണി ബിക്കം 6 കിലോമീറ്റർ പെർ അവർ. ഓക്കെ അല്ലേ. അപ്പൊ T2 നമുക്ക് അറിയത്തില്ല, T2 കൂടി കണ്ടുപിടിച്ചിട്ടേ നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 30 ആണ്, ടോട്ടൽ ടൈം എന്ന് പറയുമ്പോൾ 4 + T2 ആണ്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട് 6 ആണ് അല്ലെ. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് 30 ഡിവൈഡഡ് ബൈ 4 + T2 ഈക്വൽ ടു എത്രയാണ്? 6 ആണ് വരുന്നത് അല്ലെ. അപ്പൊ 30ഉം ഈ 6ഉം കൂടി ക്യാൻസൽ ചെയ്താളെ 5 ആയിരിക്കും വരുന്നത് അല്ലെ. അപ്പൊ 5 എന്ന് പറയുന്നതാണ് 4 + T2. അപ്പൊ T2ന്റെ വാല്യൂ നമുക്ക് കിട്ടി 5 - 4 എത്രയാണ്? 1 അവർ ആയിരിക്കും നമുക്ക് വരുന്ന T2 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് ഈ 1 അവർ കൊണ്ട് എത്ര ഡിസ്റ്റൻസ് പോയാൽ മതി? ആദ്യത്തെ 15 കിലോമീറ്റർ പോയി കഴിഞ്ഞു, ഇനി അടുത്ത 15 കിലോമീറ്റർ കൂടി പോയാൽ മതി അല്ലെ. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 30ൽ നിന്നും 15 കളഞ്ഞ് ബാക്കി എത്രയാണ്? 15 കിലോമീറ്റർ കൂടി ട്രാവൽ ചെയ്താൽ പോരെ. 15 കിലോമീറ്റർ 1 അവർ കൊണ്ട് എത്രയാണ്? 15 ഡിവൈഡഡ് ബൈ 1 എത്രയാണ്? 15 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും വരുന്ന ആൻസർ. 15 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ക്ലിയർ ആണോ? If a man travels at 1/x kilometer per hour on a journey and returns 1/x square kilometer per hour, then his average speed for the whole journey എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ. അപ്പൊ നമ്മുടെ ഒരാൾ പോയിട്ട് തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ D1ഉം D2 എന്താണ്? സെയിം ആണ് അല്ലെ. D1ഉം D2 സെയിം ആണ് എങ്കിൽ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? ആവറേജ് സ്പീഡിന്റെ ആൻസർ എന്താ വരുന്നത്? 2s1 s2 ഡിവൈഡഡ് ബൈ s1 + s2 എന്നല്ലേ വരുന്നത് അല്ലെ. s1 എന്ന് പറഞ്ഞാൽ 1/x ആണ്, s2 എന്ന് പറഞ്ഞാൽ 1/x² ആണ്. ഓക്കെ അല്ലേ. നമുക്കത് ചെയ്ത് നോക്കാം. 2 × 1/xa × 1/x² ഡിവൈഡഡ് ബൈ s1 + s2. 1/xa + 1/x². ഓക്കെ അല്ലേ. അപ്പൊ രണ്ടിടത്ത് ഇവിടെ എക്സും ഇവിടെ x², രണ്ടിടത്ത് നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി ഇവിടെ ഞാൻ ഒരു എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ ഞാൻ ഒരു എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ക്ലിയർ ആണോ? അപ്പൊ എന്താണ്? 2 × 1/xa × x² ഡിവൈഡഡ് ബൈ 1 × x xa + 1 x + 1 ഹോൾ ഡിവൈഡഡ് ബൈ x² എന്നല്ലേ വരുന്നത്. നമുക്ക് അതിനെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2 × 1/xa × x² ഡിവൈഡഡ് ബൈ x + 1 എന്നായിരിക്കും വരുന്നത്. x²ഉം x² ക്യാൻസൽ ആയിപ്പോ ബാക്കി എന്ത് വരും? 2 ഡിവൈഡഡ് ബൈ x × x + 1. ഓക്കെ അല്ലേ. അപ്പൊ എന്താണ്? 2 ഡിവൈഡഡ് ബൈ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x² + x ആയിരിക്കും വരുന്ന ആൻസർ. 2 ഡിവൈഡഡ് ബൈ x² + x 2 ഡിവൈഡ് ബൈ x + x² നടക്കുന്നുണ്ട്. ഓക്കെ അല്ലേ. x² + x അല്ലെങ്കിൽ x + x². ഓക്കെ. 39ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? കാർ കവേഴ്സ് 1/3 ഓഫ് എ സർട്ടൺ ഡിസ്റ്റൻസ് അറ്റ് 40 കിലോമീറ്റർ പെർ അവർ, ദ നെക്സ്റ്റ് 1/3 അറ്റ് 80 കിലോമീറ്റർ പെർ അവർ ആൻഡ് ദ ലാസ്റ്റ് 1/3 അറ്റ് 100 കിലോമീറ്റർ പെർ അവർ. ഓക്കെ അല്ലേ. അപ്പൊ 3 സ്പീഡ് കണ്ടുണ്ട്, അതിന്റെ ആവറേജ് സ്പീഡാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ്? 1/3 1/3 1/3 എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാ ഡിസ്റ്റൻസ് സെയിം അല്ലേ. D1 എന്ന് പറഞ്ഞാലും D2 എന്ന് പറഞ്ഞാലും D3 എന്ന് പറഞ്ഞാലും സെയിം ആണ് അല്ലെ. D1 = D2 = D3 എന്നാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആവറേജ് സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കാം? സ്പീഡ് S1 S2 S3 തന്നിട്ടുണ്ടെങ്കിൽ S1 എന്ന് പറഞ്ഞാൽ 40 ആണ്, S2 എന്ന് പറഞ്ഞാൽ 80 ആണ്, S3 എന്ന് പറഞ്ഞാൽ 100 ആണ്. ഓക്കെ അല്ലേ. അപ്പൊ എന്തുമായിരിക്കും വരുന്ന ആൻസർ? 3 × S1 S2 S3 ഡിവൈഡഡ് ബൈ S1 × S2 + S2 × S3 + S3 × S4 ഇതായിരിക്കത്തില്ലേ വരുന്നത്. അപ്പൊ 3 × S1 S2 S3 എന്താണ്? 40 × 80 × 100 ഹോൾ ഡിവൈഡ് ബൈ S1 × S2 40 × 80 4 8 32 2 0 പ്ലസ് എന്താണ് 80 × 100 8 3 0. ഓക്കെ അല്ലേ. ഇനി 100 × 40 എന്ന് പറയുമ്പോൾ 4 3 0. ഓക്കെ അല്ലേ. അപ്പൊ എന്ത് വരും? 3 × 40 × 80 × 100 ഹോൾ ഡിവൈഡ് ബൈ 800 8000 4000 12000 12000 3200 15 200 ആയിരിക്കും വരുന്ന ആൻസർ. നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനകത്തില്ല, നമുക്കിത് ക്യാൻസൽ ചെയ്താളയാം. 0യും ഈ 0യും ക്യാൻസൽ ചെയ്താളയാം. 80ഉം 180 നമുക്ക് എന്താണ് 8 വെച്ച് ക്യാൻസൽ ചെയ്യാം. അപ്പൊ 10 19 എന്ന് വരും. ഓക്കെ. 40 × 3 120 120 × 100 1200 ഡിവൈഡഡ് ബൈ 19 നമുക്ക് എന്തെടുക്കാം? ഡിവൈഡ് ചെയ്തെടുക്കാം അല്ലെ. 1200 ഡിവൈഡഡ് ബൈ 19 എന്ന് പറഞ്ഞാല് 120നകത്ത് എത്രയാണ്? 6 പ്രാവശ്യം പറ്റും. 6 × 19 114 ബാക്കി 6 60നകത്ത് 3 പ്രാവശ്യം പറ്റും.
57 ശിഷ്ടം 3. ഓക്കെ അല്ലെ? എന്താണ് 63 3/19 ആയിരിക്കും വരുന്ന ആൻസർ. അപ്പം ഇതാണ് നമുക്ക് കൊടുക്കുന്നത് 63 3/19 ഇതായിരിക്കും വരുന്ന ആൻസർ. ക്ലിയർ ആണോ? അടുത്തത് ഇൻ എ ട്രിപ്പ് കിരൺ ട്രാവൽസ് 16 miles per hour for 3 hours on bike. Further he traveled by car for 2 hours at 65 miles per hour. He stopped 2 hours for rest. After rest he traveled on bike for 4 hours 80 miles per hour to reach his destination. Find Kiran's average speed of the entire journey in miles per hour എന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് നോക്കാം. സ്പീഡ് ഉണ്ട്, ടൈം ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഫസ്റ്റിലത്തെ സ്പീഡ് 60 ആണ്. സമയം എന്ന് പറയുമ്പോൾ 3. അപ്പൊ എത്രയാണ്? 180 മൈൽ ആയിരിക്കും വരുന്നത്. ഓക്കെ. ഫർദർ ഹി ട്രാവൽഡ് 2 hours at 65. അപ്പൊ 130. ഹി സ്റ്റോപ്ഡ് 2 hours. 2 hours അയാൾ നിർത്തിയിട്ടു. ആഫ്റ്റർ റെസ്റ്റ് ഹി ട്രാവൽഡ് ഓൺ എ ബൈക്ക് ഫോർ 4 hours at 80. 4 × 80 320. ഓക്കെ അല്ലേ? ഫൈൻഡ് ദ കിരൺസ് ആവറേജ് സ്പീഡ്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര കിട്ടി? 180 350 630. 630 ഡിവൈഡ് ബൈ 3 × 2 5 5 4 9 9 2 11. 630 ഡിവൈഡ് ബൈ 11 ആയിരിക്കും വരുന്ന ആൻസർ. ഓക്കെ അല്ലേ? 630നെ 11 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 55 80 7 പ്രാവശ്യം 57 പോയിന്റ് സംതിങ് ആയിട്ടോ വരുന്നത്. 7 × 11 77 ശിഷ്ടം 3 30നകത്ത് 2 പ്രാവശ്യം 57.27 അങ്ങനെ വരുന്നത് കേട്ടോ. 57.2 ആയിരിക്കും വരുന്ന ആൻസർ. അടുത്തത് എ കാർ ഡ്യൂറിംഗ് എൻറ്റയർ ജേർണി 5 hours travel first 45 minutes at a certain speed, the next 75 minutes at a speed of 85 km/h and the last 3 hours at a speed of 70 km/h. During its entire journey the average speed for the car is found to be 73 km/h. What is the average speed? What is the speed of the car during the first 45 minutes എന്നാ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് സ്പീഡ്, ടൈം, ഡിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടോട്ടൽ നമുക്ക് ടൈം എടുക്കുന്ന 5 മണിക്കൂറാണ്. അതിൽ ഫസ്റ്റിലത്തെ 45 മിനിറ്റ്, അതായത് 3/4 hours അയാൾ എത്രയോ സ്പീഡിൽ നമുക്ക് ട്രാവൽ ചെയ്തു. അത് നമുക്ക് അറിയത്തില്ല. അപ്പൊ അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 3/4 x ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ. ഇത് നെക്സ്റ്റ് 75 മിനിറ്റിനെ നമുക്ക് മണിക്കൂറിലേക്ക് ആക്കാൻ 75 ഡിവൈഡ് ബൈ 60 ചെയ്യാം. നമുക്ക് രണ്ടിടത്തും 15 വെച്ച് വെട്ടാം. അപ്പൊ 5/4 എന്നിട്ട്. ഓക്കെ അല്ലേ? അപ്പൊ ടൈം എന്ന് പറഞ്ഞാൽ 5/4. അവിടുത്തെ എന്താണ് നമ്മുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 85 ആണ്. നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 85 × 5/4 എത്രയാണ്? 425 ഡിവൈഡഡ് ബൈ 4. അത് നമുക്ക് സോൾവ് ചെയ്തെടുക്കുമ്പോൾ 106.25 എന്ന് കിട്ടും കേട്ടോ. ആൻഡ് ദ ലാസ്റ്റ് 3 hours നമ്മൾ 70 സ്പീഡിൽ പോയി. അപ്പൊ 210. ഓക്കെ അല്ലേ? ഡ്യൂറിംഗ് ദ എൻറ്റയർ ജേർണി ദ ആവറേജ് സ്പീഡ് ഓഫ് ദ കാർ എന്താണ്? 73. ആവറേജ് സ്പീഡ് എന്ന് പറയുമ്പോൾ 73 ആണ് എങ്കിൽ നമ്മുടെ എന്താണ് ഫസ്റ്റിലെ 4/5 പോയ ഈ എക്സ് സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് 106.25 പ്ലസ് 210 പ്ലസ് 3/4 x ഹോൾ ഡിവൈഡഡ് ബൈ മൊത്തം 5 മണിക്കൂർ എടുത്തിട്ടുണ്ട്. ഈക്വൽ ടു 73 ആണ് നമ്മുടെ ആവറേജ് സ്പീഡ്. ഓക്കെ അല്ലേ? അപ്പൊ 106.25 പ്ലസ് 210 പ്ലസ് 3/4 x ഈസിക്കൽ ടു 73 × 5 365 എന്നായിട്ട്. ഓക്കെ അല്ലേ? അപ്പൊ 3/4 x എന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ അപ്പുറത്തോട്ട് പോകുമ്പോൾ നമുക്ക് 48.75 എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. 210 പോകുമ്പോൾ ബാക്കി 155 കിട്ടും. പിന്നെ 106.25 കൂടി പോകുമ്പോൾ നമുക്ക് 48.75 കിട്ടും. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 3യും 48.75 കൂടി ക്യാൻസൽ ചെയ്യാം. 42 കട്ട് ചെയ്യുമ്പോൾ 16, 75 കട്ട് ചെയ്യുമ്പോൾ 25. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ 16.25 ഇൻറ്റു ഈ 4 അപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു 4. 16 × 4 64 പ്ലസ് 0.25 × 4 എന്ന് പറയുമ്പോൾ 1. 64 1 65 ആയിരിക്കും വരുന്ന ആൻസർ. 65 സ്പീഡിലാണ് അയാൾ ട്രാവൽ ചെയ്യുന്നത്. A bus travels 13 of the distance initially at a speed of 40 km/h. The next 13 of the distance 50 km/h and the final 13 of the distance 60 km/h. അപ്പൊ ഇവിടുത്തെ D1ഉം D2ഉം D3ഉം സെയിം ആണ്. ഓക്കെ. D1 ഈക്വൽ ടു D2 ഈക്വൽ ടു D3 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആവറേജ് സ്പീഡ് എന്ന് പറയുമ്പോൾ 3 × S1 S2 S3 ദ ഹോൾ ഡിവൈഡഡ് ബൈ S1 S2 പ്ലസ് S2 S3 പ്ലസ്
S3 S4 S1 ആയിരിക്കും നമുക്ക് വരുന്ന ആൻസർ. ഓക്കെ അല്ലെ? അപ്പൊ S1 എന്ന് പറഞ്ഞാല് 40, S2 എന്ന് പറഞ്ഞാല് 50, S3 എന്ന് പറഞ്ഞാല് 60 ആയിരിക്കും. ഓക്കെ അല്ലെ? ഓക്കെ അല്ലെ? ഇത് 50 ആണ്. S1 എന്ന് പറഞ്ഞാൽ 40, S2 എന്ന് പറയുമ്പോൾ 50, S3 എന്ന് പറയുമ്പോൾ 60 ആയിരിക്കും പറ്റുന്ന ആൻസർ. അങ്ങനെയാണെങ്കിൽ അയാളുടെ ആവറേജ് സ്പീഡാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് 3 × 40 × 50 × 60 ദ ഹോൾ ഡിവൈഡ് ബൈ S1 × S2 4 × 5 20 2 പ്ലസ് S2 × S3 5 × 6 30 2 പ്ലസ് 60 × 40 6 × 4 24 2. ഓക്കെ അല്ലേ? എത്ര വരും ആൻസർ? 2000, 3000, 7400 എന്ന് വരുന്നത്. ഓക്കെ അല്ലെ? 3 × 40 × 50 × 60 ഹോൾ ഡിവൈഡഡ് ബൈ 7400. 2 0, ഈ 2 0 കൂടി ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി എന്താണ് 6നെയും 74നെയും നമുക്ക് 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പം ഇവിടെ 3 വരും, ഇവിടെ 37 വരും. ഓക്കെ അല്ലേ? അപ്പൊ എന്ത് വരും? 3 × 4 12, 12 × 5 60, 60 × 3 എത്രയാണ്? 1800. 60 × 3 180, ഒരു 0. 1800 ആയിരിക്കും വരുന്നത് ആൻസർ. ഡിവൈഡഡ് ബൈ 37. 1800 ഡിവൈഡ് ബൈ 37 എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്കില്ല. നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 1800 ഡിവൈഡഡ് ബൈ 37 എത്രയാണ്? 150നെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 37 × 4 148 എന്ന് കിട്ടും. ബാക്കി എത്ര വരുന്നത്? 32 വരും അല്ലെ? 320. 37 × 8 48 സ്റ്റാർട്ട് ചെയ്യും. 48 സ്റ്റാർട്ട് ചെയ്യുന്ന ഒറ്റ ഓപ്ഷനിൽ 48.65 km/h.